വളരെ സുന്ദരിയായ ഒരു കന്യാസ്ത്രീയുടെ കഥയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ടാകേണ്ട പ്രായത്തിൽ തൻ്റെ ജീവിതം മുഴുവനും ദൈവത്തിനായി സമർപ്പിച്ച കന്യാസ്ത്രീ. വെറും 24-ാം വയസ്സിൽ ഈ ലോകത്തോട് വിട പറഞ്ഞെങ്കിലും ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളുടെ മനസ്സിലും ഇന്നും ഇടം പിടിച്ച വിശുദ്ധ കൊച്ചുത്രേസ്യയെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. എൻ്റെ ഒരു ഫോളോവർ വർഷയാണ് കൊച്ചുത്രേസ്യ അമ്മയെക്കുറിച്ച് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ പറഞ്ഞത് കേട്ടോ. ഫ്രാൻസിൽ ജനിച്ചു വളർന്ന മേരി ഫ്രാൻസിസ് തെരേസ മാർട്ടിൻ എന്ന കൊച്ചുത്രേസ്യ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെറും 24 വയസ്സ് മാത്രമാണ് ഈ ലോകത്ത് ജീവിച്ചിട്ടുണ്ടായിരുന്നത്. വലിയ കാര്യങ്ങൾ ചെയ്ത് പ്രശസ്തയാകാനല്ല, മറിച്ച് ദിനം പ്രതി നമ്മൾ ചെയ്യുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ പോലും ദൈവത്തോടുള്ള വലിയ സ്നേഹത്തോടും സമർപ്പണത്തോടും ചെയ്യുക എന്നതാണ് കൊച്ചുത്രേസ്യ പുണ്യവാളത്തിയുടെ വഴി. ഇതിനെയാണ് ലിറ്റിൽ വേ അഥവാ ചെറിയ വഴി എന്ന് വിളിക്കപ്പെട്ടതും. സ്വർഗത്തിൽ നിന്ന് ഞാൻ റോസാപ്പൂക്കളുടെ മഴ പെയ്യിക്കുമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് തന്നെ റോസാപ്പൂക്കളുടെ വിശുദ്ധ എന്നും കൊച്ചുത്രേസ്യ പുണ്യാളത്തിയെ അറിയപ്പെടുന്നു. ഇനി നമുക്ക് തൂങ്ങാംപാറ പള്ളിയിലോട്ട് വരാം. 1925 മെയ് 17-നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മുൻഗാമിയായ പിയൂസ് 11-ാമൻ മാർപ്പാപ്പയാണ് കൊച്ചുത്രേസ്യയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചത്. അതിനുശേഷം പെട്ടെന്ന് തന്നെ ലോകത്തിലാദ്യമായി കൊച്ചുത്രേസ്യ അമ്മയുടെ നാമധേയത്തിൽ ഒരു ദേവാലയം സ്ഥാപിതമാകുന്നത് തിരുവനന്തപുരത്ത് തൂങ്ങാംപാറയിലാണ്. അക്കാലം തുടങ്ങി കൊച്ചുത്രേസ്യ അമ്മയുടെ ഭക്തിയും പ്രാർത്ഥനകളും ലോകമെങ്ങും പരന്നു തുടങ്ങി. കൊച്ചുത്രേസ്യ അമ്മ നമുക്ക് കാണിച്ചു തരുന്നത് ബാഹ്യമായ സൗന്ദര്യമോ ലോകം അളക്കുന്ന വലിയ വിജയങ്ങളൊന്നുമല്ല, മറിച്ച് എളിമയോടെ ദൈവത്തോട് ചേർന്ന് നിൽക്കുക എന്ന ആന്തരിക വിശുദ്ധിയെക്കുറിച്ചാണ്. ചുരുക്കി പറഞ്ഞ ദൈവഭയത്തോട് ചേർന്നുള്ളൊരു ജീവിതം. 1907 അക്കാലത്ത് ക്ഷയരോഗം എന്ന മഹാവ്യാധി ശരീരത്തെ വേട്ടയാടിയപ്പോഴും ആ മനസ്സിലെ ദൈവവിശ്വാസത്തെ തളർത്താൻ ആർക്കും കഴിഞ്ഞില്ല. രോഗക്കിടക്കയിലെ തന്റെ വേദനകളെയെല്ലാം ദൈവത്തിന്റെ പൂക്കളായി സമർപ്പിച്ചുകൊണ്ട് ചുരുങ്ങിയ കാലത്തെ തന്റെ ഭൗതിക ജീവിതം അവസാനിപ്പിച്ചുകൊണ്ട് ദൈവത്തെങ്കിലേക്ക് യാത്രയായി. ഇതാണ് ഈ സുന്ദരിയായ വിശുദ്ധയുടെ കഥ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ. ആമീൻ.